വക്കീലെ, ഇതാരെ? ഡോക്ടർ സാറോ? എന്താണാവോ ഈ പാവപ്പെട്ടന്റെ വീട്ടിലേക്കൊക്കെ വന്നത്? അല്ല വക്കീൽ ഇപ്പോഴും എന്നോട് നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. കഴിഞ്ഞവണ നീ നിന്റെ കൂട്ടുകാരെ എന്നോട് പെരുമാറേനെ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് നോക്കാം. എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് വേഗം പോവാൻ നോക്കും. മഹിമ വക്കീലിന് ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞു. ഇതൊക്കെ നീ എന്നെ പറ്റിക്കാൻ പറയുന്നതാണെന്നൊക്കെ എനിക്കറിയാം. അല്ല, സത്യം. അവള് വക്കീലിനോട് സംസാരിക്കുമ്പോ വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കോ. അല്ല നീ എന്തിനാ ഇതൊക്കെ എന്നോടൊന്നും പറയണേ? അല്ല വക്കീല് മണ്ടത്തരമൊന്നും കാണിച്ച് എല്ലാം കുളവാക്കാതിരിക്കാൻ. മഹിമയ്ക്ക് നിലപാട് മാറ്റാതെ ഉറച്ചു നിൽക്കുന്ന ആണുങ്ങളെ ഇഷ്ടം. വക്കീല് ഒരിക്കലും നിലപാട് മാറ്റില്ലെന്നാ മഹിമയുടെ വിശ്വാസം. മഹിമ ഇഷ്ടം പറയുന്നതിന് മുമ്പ് വക്കീലിന്റെ സ്വഭാവം എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ആദ്യം അവൾ കല്യാണത്തെ കുറിച്ചുള്ള വക്കീലിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണെന്ന് ചോദിക്കും. വക്കീൽ ഒറ്റയടിക്ക് കല്യാണം കഴിക്കുന്നതിൽ വിരോധമില്ലെന്ന് പറഞ്ഞ അവൾക്ക് വക്കീലുള്ള മുഴുവൻ ബഹുമാനവും നഷ്ടപ്പെടും. അതുകൊണ്ട് വക്കീലൊന്ന് വെയിറ്റ് ഇട്ട് നിന്നാ മതി. പഴയ നിലപാട് വീണ്ടും ആവർത്തിച്ച അവളുടെ മുമ്പില് വക്കീലിന്റെ വില വീണ്ടും കൂടും. പിന്നെ അവള് തന്നെ പുറകെ നടന്ന് വക്കീലിന് ഇഷ്ടമാണെന്നും പറയും. നീ വന്ന് ഇക്കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിലേ അവൾ കല്യാണക്കാരൻ ചോദിക്കുമ്പോൾ ഞാൻ നിലപാട് മാറ്റിയെന്ന് പറഞ്ഞേനെ. അതോടെ അവളുടെ മുമ്പിൽ ഞാൻ തരന്നഴന്ന് പോയേനെ. താങ്ക്സ് ഒന്നും വേണ്ട വക്കീലെ. കഴിഞ്ഞ തവണ ഞാൻ വക്കീലിനോട് കുറച്ച് മോശമായിട്ട് പെരുമാറി. അതൊന്നും സാരമില്ല. ഇത് അതിനുള്ള പ്രായച്ചിത്തമായി കരുതി എന്നോട് ക്ഷമിച്ചാൽ മാത്രമേ. എന്നാ ഞാൻ അറിയട്ടെ. ഹലോ ആന്റി. നിനക്കെന്താടാ ഈ വീട്ടിൽ കാര്യം? ഞാൻ വെറുതെ ഒന്ന് വക്കീലിനെ കാണാൻ വേണ്ടി വന്നതാ. എന്നാ പോട്ടെ വക്കീലെ. എന്തിനാവൻ വന്ന? അത് ചുമ്മാ വന്ന. അന്നവനെ എന്നോട് കോളേജിൽ നിന്ന് മോശമായിട്ട് പെരുമാറിയില്ലേ, അതിന് മാപ്പ് വയ്ക്കാൻ വന്നതാ. അതിന് മാത്രമാണോ അവൻ വന്ന്? അതെ. എനിക്കത്ര വിശ്വാസം പോരാ മോനെ. ഞാൻ പറയുന്നത് നീ എഴുതി വെച്ചോ. ഇവൻ നിന്റെയും മഹിമയുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്നവന്. അവൻ എങ്ങനെയെങ്കിലും ആ കോളേജിൽ നിന്ന് പോയി പണ്ടാറടങ്ങിയ മതിയായിരുന്നു. വെറുതെ അവനെ പ്രാകല്ലമ്മേ, അവൻ കുഞ്ഞു പയ്യനല്ലേ. നീ ഇതുകൊണ്ടൊന്നും പഠിക്കത്തില്ല. അറിയാത്ത പിള്ളേക്ക് ചൊറിയുമ്പോ അറിയും.